കഴിവിനെ വളർത്തിയെടുക്കണമെങ്കിൽ നമുക്ക് പരിവർത്തനം വരുത്തണം. ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്, വി കാൺ ക്രിയേറ്റ് എനർജി, വി കാൺ ഡിസ്ട്രോയ് എനർജി, ബട്ട് വി ക്യാൻ ട്രാൻസ്ഫോം എനർജി. എനർജി ഉണ്ടാക്കാനും പറ്റില്ല, എനർജി ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ വി ക്യാൻ ട്രാൻസ്ഫോം വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അവർക്ക് പറയൂ, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു എനർജിയെ ഇപ്പൊ നമ്മൾ സോളാർ എനർജി ഇലക്ട്രിക് പവർ ആക്കുന്നു, ഉണ്ടല്ലോ, ഉണ്ടോ? അതുപോലെ ഇപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി പവർ നിങ്ങൾ അതിനെ ഇലക്ട്രിക് പവർ ആക്കി ഉപയോഗിക്കുന്നു, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, നമുക്കറിയാം. ഇത് ഐൻസ്റ്റീൻ പറയുന്നതിന് മുമ്പ് കൃഷ്ണൻ കണ്ടെത്തി. ഐൻസ്റ്റീൻ എനർജി എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, ഐൻസ്റ്റീൻ എനർജി എന്ന് പറയുന്നത് പുറത്ത് കാണുന്ന പ്രപഞ്ചത്തിലുള്ള എനർജിയാണ്. അത് പ്രപഞ്ച ഊർജം എന്ന് പറയും. അതാണ് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഐൻസ്റ്റീൻ പൂർണ്ണമായിട്ടും എനർജിയെ ഡിഫൈൻ ചെയ്തിട്ടില്ല. എനർജിയിലെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. ഹി ഹാസ് നോട്ട് ഡിഫൈൻഡ് എനർജി. എനർജി എന്ന് പറയുന്നത് ചലനമാണ്, മോഷൻ. ഈ ചലനം ശ്രദ്ധിക്കുക നിങ്ങൾ. ചലനം കേവലം പുറത്തല്ല, ചിന്തകളിലുണ്ട്. ചിന്തകളിലുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ചിന്തകൾ ചലിക്കുന്നുണ്ട്. എപ്പോഴും നമുക്കൊരു മൂഡിലിരിക്കാൻ പറ്റുമോ? അപ്പൊ ചിന്തകൾ മാറണ്ട. എപ്പോഴും നിങ്ങൾക്ക് മുഖം വീർപ്പിച്ചിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഇക്കളിയാക്കിയാൽ നിങ്ങൾ ചിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് സന്തോഷം വരും, ചിലപ്പോൾ സങ്കടം വരും. ഉണ്ടോ? വൈവിധ്യങ്ങളായ വികാരങ്ങളൊക്കെ കയറി വരും മനസ്സ്. ഉണ്ടോ? നിങ്ങൾ നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയണം നല്ലൊരു പാട്ട് കേൾപ്പിച്ചു തരാന്നാണ്, മിക്കവാറും നിങ്ങൾ പാടും. ആ സമയത്ത് പാട്ട് തലയിൽ കയറുമോ? ഇല്ല, ആർക്കും ഇഷ്ടമല്ല. ആരും വിശപ്പിന് ഭക്ഷണം തന്നെ. നല്ലോണം ബാത്റൂം പോകാൻ മുട്ടിയിരിക്കുന്ന സമയത്ത് പാട്ട് പാടാൻ പറഞ്ഞു, ആ സമയത്ത് നമ്മളെ പാട്ട് കേൾപ്പിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം നമുക്ക് ആ എനർജിയെ തടുക്കാൻ സാധ്യം. അപ്പൊ നമ്മളിലൊക്കെ ചിന്തകൾ, വികാരങ്ങൾ ഉണ്ട്, അതൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എനർജിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ലേ? കൂടെ വന്നില്ല, ഉണ്ടാവില്ലേ? അതിനെ കുറിച്ച് പറയാൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല. ഈ ഇന്നർ എനർജി ട്രാൻസ്ഫോർമേഷനാണ് ഭാരത ഋഷിവര്യന്മാർ കണ്ടെത്തിയത്. ഇന്നർ എനർജി ട്രാൻസ്ഫോർമേഷൻ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കണം. കാരണം ഇത് സയൻസ് അല്ല, ഏതെങ്കിലും പൊട്ടൻ പറഞ്ഞാൽ അവർക്കുള്ള ഉത്തരമാണ്. ഇന്നർ എനർജി ട്രാൻസ്ഫോർമേഷൻ. വാട്ട് ഈസ് എനർജി? ഇറ്റ് ഈസ് മോഷൻ, ചലനം. പ്രാണൻ ചലിക്കുന്നു, ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ചിന്തകൾ ചലിക്കുന്നു, ഉണ്ട്. അപ്പൊ ആ ചിന്തകൾക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റിയാൽ ഏത് കഴിവില്ലാത്തവരെയും ആരാക്കി മാറ്റാം. അതായത് ഏത് നെഗറ്റീവ് എനർജിയും നമുക്ക്, അവർക്ക് പറയൂ, പോസിറ്റീവ് എനർജിയൊക്കെ മാറ്റാൻ പറ്റില്ലേ? അതുകൊണ്ട് കൃഷ്ണനാണ് ആദ്യം തന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജിയെ കുറിച്ച് പറഞ്ഞത്. ഗീതയിൽ 14:20. ഐൻസ്റ്റീൻ വൺ ഫോം ഓഫ് എനർജി ക്യാൻ ചേഞ്ച് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നതിന് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ 14:20 എടുത്തു നോക്കൂ. നിങ്ങൾ ശ്ലോകങ്ങൾ എടുക്കൂ, നിങ്ങൾ പഠിക്കൂ. ഇതൊക്കെ വല്ലവർക്കും പറഞ്ഞു കൊടുക്കൂ. ഹിന്ദുമതത്തിന്റെ മഹത്വം, നമ്മുടെ സംസ്കൃതിയുടെ ഗ്രേറ്റ്നെസ് ആണത്. ഗുണാൻ ഏതാൻ അതീത്യത്രീ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖേ വിമുക്തോ അമൃതമസ്നുതേ. ഇതാണ് ശ്ലോകം. എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് നോളജ് വേണം. ഈ മനസ്സ് ശ്രദ്ധിക്കുക. മനസ്സിൽ 3 ഗുണങ്ങളുണ്ട്. മനസ്സിൽ 3 ഗുണങ്ങളുണ്ട്. ഏതാ 3 ഗുണങ്ങൾ? അറിയോ? പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതൊക്കെയാ 3 ഗുണങ്ങള്? അലസത മനുഷ്യർക്കുണ്ടോ? ഏതേ ഉള്ളൂ. അലസത ഉണ്ടോ? ഒന്നിനൊരു താല്പര്യമില്ല. ഇരുന്നിരുന്ന് തോണ്ടുന്നതിലാണ് ആകെ ഒരു രസമുള്ളത്. അങ്ങനെയുള്ളവരില്ലേ? ഉണ്ട്. വീട്ടിൽ കണ്ടമാനം. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഈ പണ്ടിങ്ങനെ ഒരു വീടിന്റെ മുന്നിൽ കൂടെ ആക്രിക്കാരൻ ഇങ്ങനെ പോവുകയാണ് ഉന്തുവട്ടിയിട്ട്. പഴയ കടലാസ്, പത്രം, പേപ്പർ, പാത്രം കൊടുക്കാനുണ്ടോ എന്ന് ഉറക്കലറിയിട്ട്. അപ്പൊ പേരക്കുട്ടി പറയാം, ഇവിടെ 2 ഉണ്ടെന്ന്. ഒരാവശ്യമില്ലാത്ത 2 കൊണ്ടുപോയിക്കോളെ. മുത്തശ്ശനും മുത്തശ്ശിയാണേ, അതിന് വലിയ ഉപകാരത്തിന് പേപ്പർ പോലെ കൊണ്ടുപോയിക്കോളെ. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, ആരെയാടാ നീ ചോദിച്ചു? നിങ്ങളെ കൊണ്ട് എന്താ അവിടെ ഒരു കാര്യമുള്ളത്?
അയാൾക്കത് എന്തെങ്കിലും ഉപകാരപ്പെട്ടതിനെ കൊണ്ടുപോയിക്കോട്ടെ. അപ്പൊ നീ എത്രയ്ക്കാ വിൽക്കാൻ പോണത്? കിട്ടിയതിന് കൊടുക്കുക, ഒഴിഞ്ഞു കിട്ടുമല്ലോ, സ്ഥലം കിട്ടുമല്ലോ. അപ്പൊ ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള മുതലായി മാറരുത്. മനസ്സിലായില്ലേ? ഒന്നിനും കൊള്ളരുതാത്തവരായി മാറരുത്. അപ്പൊ ഈ കൊള്ളരുതാത്തവരാണ് ഇരുന്ന് എന്ത് ചെയ്യുക? ഇങ്ങനെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അലസത, ലഥാർജി, തമോ ഗുണം. അതിന്റെ പേരാണ് തമോ ഗുണം. ഉണ്ടോ? പറയൂ. ഉണ്ട്. തമോ ഗുണത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യവും ഗ്രാസ്പ് ചെയ്യാനുള്ള, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള, തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് പറയൂ ഉണ്ടാവില്ല. അവർക്ക് സ്വതസിദ്ധമായി ഒരു കാര്യത്തെ ചിന്തിച്ചെടുക്കാൻ അത് 100 വട്ടം. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് 16 വട്ടമായി നിന്നോടൊക്കെ പറയണു, എന്നാലും കേൾക്കില്ല. കാരണം തമോ ഗുണം. ഉണ്ടോ ഇല്ലയോ? പറയൂ. ഉണ്ട്. രണ്ടാമത്തതാണ് രജോ ഗുണം. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച സബ്ജക്റ്റ് ആണ്. രജോ ഗുണം എപ്പോഴും ചഞ്ചലാത്മിക. എന്താണ്? ചഞ്ചലമാണ്. മനസ്സൊന്നിലും ഉറച്ചു നിൽക്കില്ല. ഒന്നില്ലെന്ന് അപ്പോഴേക്കും വേറൊന്നിലേക്ക് ഇൻട്രസ്റ്റ്, വേറൊരു 100,000 കാര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ്. ഒന്നും മര്യാദയ്ക്ക് പറയൂ ചെയ്യില്ല. കുറെ സ്പോർട്സ്, അത് ഇത്. ചില കുട്ടികളെ കാണാം, ഡാൻസ്, ആ കുന്ത ഈ കുന്ത, ഒരെണ്ണത്തിലും മര്യാദയ്ക്ക് മനസ്സ് നിൽക്കില്ല. അങ്ങനെ ഒരു ചഞ്ചല മനസ്സ് ഉള്ളവരില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. മൂന്നാമത്തത് സത്വഗുണം. ആ സത്വഗുണത്തിന്റെ പ്രത്യേകത ഇരുന്നിങ്ങനെ വായിച്ചോളും, ഇരുന്ന് പഠിച്ചോളും, കാര്യങ്ങളൊക്കെ വേഗം തലയിൽ കയറും. അവർക്കൊരു കാര്യം പറയുമ്പോഴേക്കും പെട്ടെന്ന് പറയൂ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വേഗം കാര്യങ്ങൾ പിടികിട്ടും. നമ്മളിങ്ങനെ തുടങ്ങി വെക്കേ വേണ്ടു. ഇതിങ്ങനെ വെടിമരുന്നിന് തീ കൊടുത്ത പോലെ പെട്ടെന്ന് പിടിക്കും. കാര്യം മനസ്സിലാവുണ്ടോ? കൃഷ്ണൻ, ഉദ്ധവരൊക്കെ ഈ ടൈപ്പ് ആളുകളായിരുന്നു. ഭാഗവതത്തിൽ ഉദ്ധവരെ അഭിസംബോധന ചെയ്യുന്നത് ഉദ്ധവ ബുദ്ധിസത്തമ. ചെറിയൊരു കഥ പറയാം. പാണ്ഡവരും കൗരവരും സ്പ്ലിറ്റായി. കൗരവർക്ക് ഹസ്തിനപുരവും പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥവും. അങ്ങനെ ഇന്ദ്രപ്രസ്ഥം കെട്ടിടമൊക്കെ നിർമ്മിച്ചു, വീട് നിർമ്മിച്ചു, കൊട്ടാരം നിർമ്മിച്ചു, ഹൗസ് വാമിങ്. എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു. കൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നു നാരദ മഹർഷി. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ധർമ്മപുത്രർക്ക് ഒരു രാജസൂയം ചെയ്യണമെന്നുണ്ട്. ഈ ഹൗസ് വാമിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് പണ്ട് രാജാക്കന്മാർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു രാജസൂയം. ചക്രവർത്തിയിട്ട് അവരോധിക്കുക. അതുകൊണ്ട് അങ്ങ് അവിടെ മുഖ്യ ആളായിട്ട് വരണം. അപ്പോഴാണ് ഒരു രാജാവിന്റെ പ്രതിനിധി വന്നിട്ട് പറയുന്നത്, കൃഷ്ണ, ജരാസന്ധൻ എന്ന് പറയുന്ന രാജാവ് കുറെ രാജാക്കന്മാരെ, നാട്ടുരാജാക്കന്മാരെ പരിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലിട്ടുണ്ട്. അവരെയൊക്കെ അയാൾ ബലി കൊടുക്കുന്ന പറയുന്നത് ഈ പൗർണമിയുടെ അന്ന്. അതുകൊണ്ട് അവരെയൊക്കെ ജീവൻ അങ്ങ് രക്ഷിക്കണം കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഉടനെ ഭഗവാൻ ഉദ്ധവരോട് ചോദിച്ചു, ഉദ്ധവരെ, ഞാൻ ഏതാണ് ചെയ്യേണ്ടത്? ഹൗസ് വാമിങ്ങിന് അതായത് രാജസൂയയാകാൻ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഹൗസ് വാമിംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതിന് പോകുന്നതാണോ അതോ ഈ ജരാസന്ധന്റെ കസ്റ്റഡിയിലുള്ള ഈ പാവം നാട്ടുരാജാക്കന്മാരെ രക്ഷപ്പെടുത്താൻ പോകുന്നതാണ്? ഏതാണ് പ്രയോറിറ്റി? ഞാൻ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എന്തിനാണ് ഞാൻ പുറപ്പെടുന്നത്? അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, നമ്മളാണെങ്കിൽ എന്താ പറയാ? ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ? നിങ്ങളാണെങ്കിൽ എന്താണ് പറഞ്ഞു കൊടുക്കുക? പോയി കാപ്പി കഴിക്കാന്നോ? കേരളക്കാരാകുമ്പോ അതേ ചെയ്യുള്ളൂ, ആ വഴിക്ക് പോവില്ല. ഹൗസ് വാമിങ്ങിന് പോവാന്ന് പറയും, പായസം കഴിച്ചിട്ട് പോരാ. അങ്ങനെയാണോ പറയാ? എന്താ പറയാ? രക്ഷിക്കണം, അതല്ലേ പറയുക. എന്നാൽ ഇവിടെ ഉദ്ധവര്, മറ്റുള്ളവരൊക്കെ നിങ്ങൾ പറയുന്ന പോലെ കാരണം കഴുതകളാണ്. ഉദ്ധവര് പറഞ്ഞു, കൃഷ്ണ, നമുക്ക് രാജസൂയത്തിന്, ഭഗവാനെ രാജസൂയത്തിന്. കൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവര് പറഞ്ഞാൽ ശരി. കാരണം രാജസൂയത്തിന്റെ ഭാഗമാണ് ദിഗ്വിജയം, കുതിരകളെ അഴിച്ചുവിടല്. അപ്പൊ അത് ജരാസന്ധന്റെ കൊട്ടാരത്തിലും വിടണം. അങ്ങനെ അവിടെ വെച്ച് ജരാസന്ധനോട് ഏറ്റുമുട്ടേണ്ടി വരും. അപ്പോ ആ ഒരു രാജസൂയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ജരാസന്ധനെ നമുക്ക് തോൽപ്പിക്കാനോ വധിക്കാനോ സാധിക്കും. അതിലൂടെ ഈ രാജാക്കന്മാരെ അപ്പോ ഒരു വെടിക്ക്
ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കൃഷ്ണനോട് പറയുമ്പോൾ അതാണ് ആ ഷാർപ്പ്നെസ്. ബാക്കിയൊന്നും അപ്പൊ ഇവർക്ക് അറിയാത്തതല്ല, രാജസൂയത്തിന്റെ ഭാഗമായി ദിഗ്വിജയം ഉണ്ട് എന്നൊക്കെ. പക്ഷെ അത് കറക്റ്റ് സമയത്ത് ചിന്തിക്കാൻ അവർക്ക് പറയൂ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം ഈ സാത്വിക മനസ്സുള്ളവർക്കുണ്ടല്ലോ, വരാൻ പോകുന്ന കാര്യങ്ങളെ കൂടി മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവുണ്ട്. അതാണ് ആ ഷാർപ്പ്നെസ് എന്ന് പറയുന്നത്. ഈ കഴിവ് എല്ലാവരിലും ഉണ്ട്. പക്ഷേ തമോ ഗുണവും രജോ ഗുണവും ഉള്ളിടത്തോളം കാലം സാത്വിക ഗുണത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. അപ്പൊ തമോ ഗുണം എന്നത് ലതാർജിക്കാണ്, ആലസ്യം. തമോ ഗുണം അലസതയാണ്. അലസതയെ രജോ ഗുണം കൊണ്ട് മാറ്റും. പറയൂ, അലസതയെ രജോ ഗുണം, രജോ ഗുണത്തെ ഉപാസന കൊണ്ട് മാറ്റും. എന്താണ്? അപ്പോഴാണ് ഒരു എനർജി, മനസ്സിലായില്ല, നമ്മളെ എനർജിയുടെ കൺവേർഷൻ ആണ്, എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം എന്ന ഐൻസ്റ്റീൻ പറയുന്നതിന് മുമ്പ് കൃഷ്ണൻ പറഞ്ഞതാണ് ഗുണാൻ ഏതാൻ അധീത്യ. അപ്പൊ ഒരു ഗുണത്തെ മറ്റൊരു ഗുണം കൊണ്ട് അധീത്യ ട്രാൻസ്ഫോം ചെയ്യണം. അപ്പൊ തമോ ഗുണത്തെ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾ ഈ കറുകച്ചാലുള്ള കുട്ടികളെയൊക്കെ സാത്വിക ഗുണത്തിലേക്ക് കൊണ്ടുവരാൻ, ഈവൻ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ കാലത്ത് ഒരു 5-5:30 എണീറ്റ് അമ്പലത്തിൽ വരിക. നിങ്ങളൊരു 11 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുക. നിങ്ങൾ ചെയ്തു നോക്കൂ. ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മളിലുള്ള എനർജി നമ്മൾ താഴെ നമ്മുടെ പ്രാണശക്തിയെല്ലാം തലയിലേക്ക് വരും. അപ്പൊ നമ്മളിലൊരു ഊർജശക്തി കുറെ കൂടി കൂടും. നിങ്ങൾ നോക്കൂ, നടന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ആ തമോ ഗുണത്തിന്റെ സ്വാധീനം നമ്മളിൽ നടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല, നടന്നിട്ട് അലസനാവാൻ പറ്റില്ല. ഇപ്പൊ നടക്കും തോറും നമ്മളിലെ തമോ ഗുണം ഉറക്കെ പറയൂ കുറയും. അപ്പൊ കുട്ടികളെ നമുക്ക് തമോ ഗുണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നോക്കൂ, അമ്മമാരെ നിങ്ങൾ ചെയ്യുന്ന മഹാക്രൂരത എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ കുട്ടികളെ ട്യൂഷന് നേരിട്ട് പറഞ്ഞയക്കരുത്. കാരണം ഓൾറെഡി ബ്ലഡിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ്, വീട്ടിൽ അന്തരീക്ഷം ഗ്യാസ് കത്തിക്കുന്ന രാത്രി കത്തിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. അത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് അത് ബ്ലഡിൽ അധികരിച്ച് പിന്നെ രാവിലെ തന്നെ ഉറക്കം ഇവർ ലേറ്റാണ്, 11 മണി വരെ ഇരുന്ന് തോണ്ടു തന്നെയാണ്. അത് കിടന്നുറങ്ങാൻ 10 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് തന്നെ ശരിയല്ല സയന്റിഫിക്കലി. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ നമ്മുടെ ദഹനശക്തി കുറയും. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് കോംപ്ലിക്കേഷൻസും ഉണ്ട്. വൈകുന്തോറും ഹെൽത്ത് കോംപ്ലിക്കേഷൻ കൂടും. അതുകൊണ്ടാണ് ഇപ്പോഴും പലരും, ബ്രിട്ടീഷുകാർ പോലും യൂറോപ്യൻസ് പോലും സൂര്യാസ്തമയത്തെ അവർ 7 മണിക്ക് ഡിന്നർ കഴിക്കും. നമ്മളാണ് വളരെ ലേറ്റ് ഡിന്നർ കഴിക്കുന്നത്. എത്രത്തോളം ലേറ്റ് ഡിന്നർ കഴിക്കുന്നോ അത്രത്തോളം അൺഹെൽത്തിയാണ്, അത്രത്തോളം രോഗങ്ങളാണ്. അതുകൊണ്ടാണ് ഏർലി ഡിന്നർ എന്ന് പറയുന്നത്. എന്താണ്? പഴയ കാലത്തൊക്കെ ഒരു 7 മണിയാകുമ്പോഴേക്കും ആളുകള് രാത്രി അത്താഴം കഴിക്കുന്നത്, 8 മണിയാകുമ്പോഴേക്കും. പണ്ട് കറണ്ടൊന്നും ഇല്ലാത്തൊരു കാലത്ത്. പിന്നെ ഈ കറണ്ടൊക്കെ വന്നപ്പോഴാണ്, സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് ആളുകളുടെ ഡിന്നറൊക്കെ വളരെ ലേറ്റ് ആയത്. അതും രാത്രിയിൽ നോൺ വെജ് ഒന്നും ഒട്ടും കഴിക്കരുത്. കാരണം നോൺ വെജിന് ദഹിക്കാൻ കൂടുതൽ സമയം വേണം, കൂടുതൽ എനർജി വേണം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ നോൺ വെജ് കഴിക്കരുത് പറഞ്ഞാൽ, നോൺ വെജ് ദഹിക്കാൻ വേണ്ടി എനർജി കൂടുതൽ എടുക്കുമ്പോൾ അവർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവിടെ ആക്റ്റീവാണ് എനർജി. അപ്പൊ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം വേണം രാത്രിയിൽ. അതാണ് പഴയ ആളുകൾ കഞ്ഞിയൊക്കെ കഴിച്ചത്. അപ്പം ഇവിടെ വലിയ വർക്ക് ഉണ്ടാവില്ല, മധ്യപ്രദേശിൽ വർക്ക് ഉണ്ടാവില്ല. ആ എനർജിയൊക്കെ വളരെ സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പൊ പിന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാൻ പറ്റും. ഈ ഡീപ്പ് സ്ലീപ്പ് കുറഞ്ഞ് രാത്രി നോക്കൂ, നിങ്ങൾ ലേറ്റായി കിടന്ന് ഇപ്പൊ രാവിലെ എണീക്കുന്നത് തന്നെ ഡള്ളാണ്. ആണോ? ഈ കുട്ടി നേരെ കുളിയും കഴിഞ്ഞ് ക്ലാസ് റൂമിൽ പോയാൽ പറയുന്നതിലൊന്നും ഒന്നും മിണ്ടാത്ത നിങ്ങള് ഉണ്ടാകുമോ? ഇത് എന്തിനാ പറഞ്ഞേക്കുന്നത് നമ്മൾ? അപ്പൊ ഈ കുട്ടികളുടെ ജീവിത രീതികളൊന്ന് മാറ്റിയെടുക്കണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പൊ രാത്രിയിൽ അധികം നോൺ വെജ് കൊടുക്കരുത്, അത് ശീലിക്കണം. പിന്നെ കുട്ടികൾക്ക് എളുപ്പം ദഹിക്കാവുന്ന, അതിനാണ് ഈ ചെറുപയറ് പോലുള്ള കാര്യങ്ങളൊക്കെ.
അത് വളരെ ഹൈലി പ്രോട്ടീനാണ്. ഇതൊക്കെ പഴയ കാലത്ത് കഞ്ഞിയും അതൊക്കെ ഒരു ശീലങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. അത് മനസ്സിലായില്ലേ? അതുപോലെ ഈ ഫ്രൈഡ് റൈസ്, അതുപോലെ ഗീ റൈസ്, ഇങ്ങനെ ഹെവി സാധനങ്ങൾ ദഹിക്കാൻ അധികം സമയമെടുക്കുന്നൊന്നും രാത്രി ഈ അമ്മമാരാണ് സത്യം പറഞ്ഞാൽ കുലദ്രോഹികളത്. കാരണം ഒരുവിധം കുട്ടികളെയൊക്കെ രോഗികളാക്കി ഹാർട്ട് പേഷ്യന്റ് ആക്കുന്നതൊക്കെ ഈ അമ്മമാരാണ്. സ്നേഹം കൊണ്ട് കൊല്ലുന്നവരാണ്. കാരണം നിങ്ങൾക്ക് വിവേകമില്ല, നിങ്ങൾ വിവരക്കേട് കാണിക്കണം. കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും രാത്രിയിൽ കഴിക്കാൻ പാടില്ല പറഞ്ഞ നിനക്ക് ഹെൽത്ത് ഉണ്ടാവില്ല, ചത്തുപോകും. അത് തന്നെ, ഫ്യൂസ് അടിച്ചു പോകും. അപ്പൊ നമ്മൾ സിസ്റ്റത്തിനനുസരിച്ച് ജീവിക്കണ്ടേ? വേണോ വേണ്ടയോ? പാവം ക്യാൻസറിന്റെ വലിയ ഒരു ഇന്ന് നമ്മുടെ കേരളത്തിന് കിട്ടിയ ആളാണ് ഡോക്ടർ, നിങ്ങൾക്കറിയാം, ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗംഗാധരൻ. അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഫുഡിൽ മാറ്റം വരുത്താതെ ക്യാൻസർ മാറ്റാൻ പറ്റിയ. ഫുഡിൽ മാറ്റം വരുത്തും. ഇന്നിപ്പോ നോക്കൂ, 45-50 വയസ്സുള്ള ചെറുപ്പക്കാരാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിട്ട് വരുന്നത്. എത്ര എണ്ണാണ് അദ്ദേഹത്തിന്റെ അടുത്ത്? കഴിഞ്ഞ വർഷമാണോ അതിന്റെ മുമ്പത്തെ വർഷമാണോ അറിയില്ല, അദ്ദേഹത്തിന്റെ ക്യാൻസർ പേഷ്യന്റിന്റെ ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ ഉണ്ട്. ഒരു വർഷം ഞാനായിരുന്നു ഗസ്റ്റ് ആയിട്ട് പോയിരുന്നത്. അപ്പൊ ഇത് കാണാം നമുക്ക് എത്ര ചെറുപ്പം കുട്ടികളാണ്. കാരണം ഞങ്ങൾ എല്ലാ വർഷവും എറണാകുളത്ത് ക്യാൻസർ പേഷ്യന്റ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാര് വരുന്ന കണ്ട് സങ്കടമാണ്. അവരൊക്കെ ക്യാൻസറാണ് ഇത്ര ചെറുപ്പത്തിൽ കുട്ടികൾക്ക്. എവിടുന്നാണത്? അച്ഛനമ്മയും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അവരുടെ ആഹാരമാണ് സ്പേം ആവുന്നത്, എഗ് ആവുന്നത്. ഇത് ബ്ലഡായി ഉള്ള കൺവേർഷൻ ആണത്. അപ്പൊ ഈ ആഹാരം തെറ്റിയാൽ അടുത്ത തലമുറയുടെ ജീവിതം പോലും അപ്പൊ നിങ്ങൾ ഈ കുട്ടികൾക്ക് രാത്രി ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, ഈ കുട്ടി നാളെ കല്യാണം കഴിച്ച ആ കുട്ടിയുടെ കുട്ടി നാളെ ക്യാൻസർ പേഷ്യന്റ് ആണ്. അരെ നിങ്ങളെല്ലാം തകർക്കുക. നിങ്ങളുടെ സ്നേഹം യമന്റെ രൂപത്തിൽ വരികയാണ്, കാലരൂപത്തിൽ, ഒരു വംശത്തിന്റെ നാശരൂപത്തിൽ. അതുകൊണ്ട് ചില കാര്യത്തിലൊക്കെ നമ്മൾ ഇത്തിരി ഇപ്പൊ നോക്കൂ, ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയാൽ, വൈദ്യന്റെ അടുത്ത് പോയാൽ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, നിങ്ങളുടെ രോഗം മാറണമെന്നില്ല. അത് കഷായം കയ്പിന്റെ ഒടുക്കത്തെ കയ്പായാലും കുടിച്ചെന്നേ പറ്റുള്ളൂ. ആണോ? പഴയ കാലത്തൊക്കെ ഈ അമ്മമാര് കഷായങ്ങളൊക്കെ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? ഭയങ്കര കയ്പുള്ള സാധനം തന്നിട്ടില്ല? എന്താന്നും മിണ്ടാത്തത്? അന്നെന്തേ അവര് ഇത്രയും ക്രൂരത കാണിച്ചത്? കാരണം അവർക്കറിയാം ഇത് തന്നാലേ നിങ്ങൾക്ക് ആരോഗ്യവും പ്രതിരോധവും ഉണ്ടാവുള്ളൂ. അവര് നിങ്ങൾക്ക് കയ്പ് തരുമ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവര് തന്നത്, അവര് ആരോഗ്യം നോക്കിക്കൊണ്ടാ തന്നത്. ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? എന്നാൽ നമ്മൾ അത് കോംപ്രമൈസ്, നമ്മൾ ഫുഡിൽ മാറ്റം വരുത്തി. ഈ രാത്രിയൊക്കെ ഫ്രൈഡ് റൈസും രാത്രിയൊക്കെ ഹെവി ഫുഡും, അതും കേരളക്കാരന്റെ ഒരു വലിയ ദുരന്താണ് ഈ പൊറോട്ട എന്ന് പറയുന്ന സാധനം. എന്തൊരു ദുരന്തം പിടിച്ച ഫുഡാണെന്നറിയോ ഈ പൊറോട്ട എന്ന് പറയുന്ന സാധനം? ഇത് മുഴുവൻ ദഹിക്കണം എന്നില്ല. ഓരോരുത്തരുടെയും ദഹനത്തിന് വേരിയേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരുപോലെ. അതുകൊണ്ടാണ് ചിലരൊക്കെ വയറിന്റെ അകത്ത് പ്രശ്നങ്ങൾ, വയറുവേദനയൊക്കെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പൊറോട്ടയുടെ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നത് വായിക്കാറില്ലേ നിങ്ങൾ പത്രത്തില്? അങ്ങനെ കിടക്കും ദഹിക്കാതെ. കാരണം ഈ മൈദ അത്ര ഒരു എഡിയബിൾ അല്ല, ദഹിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ല അത്. കാരണം അത് ഫൈനാണ്, കംപ്ലീറ്റ് ഫൈൻ ഡസ്റ്റ് ആണത് ഗോതമ്പിന്റെ. അതത്ര പേസ്റ്റ് ആണത്. അത് അത്ര എളുപ്പത്തിലൊന്നും ദഹിക്കില്ല. മനസ്സിലാവട്ടെ, വിഷയം വിടാൻ നമുക്ക്. നമ്മൾ പറഞ്ഞു വരുന്നത് തമോ ഗുണത്തെ എന്താക്കണം? അതിനാണ് രാവിലെ അമ്പലത്തിൽ വന്ന് ഒരു 11 ചുറ്റം കൊണ്ട് ചുറ്റിയത്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ശീലിക്കുക. അപ്പൊ അവരുടെ തമോ ഗുണം രജോ ഗുണമായി. ഇനി എന്ത് ചെയ്യണം? ഒരകത്ത് കയറി ഒരു 11 വട്ടം ഓങ്കാരവും ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുക. അതാണ് ഉപാസന. എത്ര വട്ടം ഓങ്കാരം? അപ്പൊ ഓങ്കാരം ചൊല്ലുമ്പോഴെന്തായി? ഈ റെസ്റ്റ്ലെസ് മൈൻഡിനെ നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യിച്ചു. അപ്പൊ ക്രമേണ ഈ രജോ ഗുണം പലതിലേക്കും ഡൈവേർട്ട് ചെയ്ത മൈൻഡിനെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തായി? ഈ രജോ ഗുണം ക്രമേണ, ഉറക്കെ പറയൂ, സത്വഗുണമായി. അപ്പൊ നോക്കൂ, തമോ ഗുണത്തെ രജോ ഗുണമാക്കി, രജോ ഗുണത്തെ അതിനാണ് നമ്മുടെ അമ്പലം വെച്ചത്. ക്ഷേത്രങ്ങൾ മാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ തമോ ഗുണക്കാരനെ രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് സമബുദ്ധിയിലേക്കും. ഇതിലേക്ക് വരണം സമബുദ്ധി. അതിനാണ് ജപിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് ഏത് പ്രശ്നത്തിനെയും
ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു ശക്തി, ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും നമ്മളെ കാര്യമായി ബാധിക്കില്ല. ഇതൊന്നും നമ്മൾ ചെയ്യില്ല. കുട്ടികളെ ഡെയിലി അമ്പലത്തിൽ കൊണ്ടുവരുന്നവരൊന്ന് കൈവെക്കൂ. ഇപ്പൊ നമ്മളിതൊന്നും ചെയ്യില്ല, കാരണം ഇതൊന്നും നിങ്ങളുടെ കൺസേൺ അല്ല. ദയവ് വിചാരിച്ച് കുട്ടികളെ രാവിലെ അങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കരുത്. കാരണം നിങ്ങൾ പണിഷ്മെന്റാ ചെയ്യുന്നത്. കാരണം കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് മനസ്സിലായില്ലെങ്കിൽ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. ഈ കോംപ്ലക്സ് ആണ് നാളെ കുട്ടിയുടെ ജീവിതത്തിൽ മുഴുവൻ പേഴ്സണാലിറ്റി മാറ്റുന്നത്. അപ്പൊ ഇത്തരം കുട്ടികളാണ് നാളെ വളർന്നു വരുംതോറും ഇവരിൽ ആ കോംപ്ലക്സ് നോക്കൂ. എന്ത് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം അതിങ്ങനെ നിങ്ങളോടുള്ള വെറുപ്പായി മാറും. അതുകൊണ്ടാണ് പ്രായമായ നിങ്ങൾ നോക്കാത്തത്. കാരണം നിങ്ങൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു കോംപ്ലക്സ് വരുത്തി വെക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ദയവ് വിചാരിച്ച് കുട്ടികളെ രാവിലെ എണീറ്റ് സ്കൂളിലോ ട്യൂഷനോ അല്ല പറഞ്ഞേക്കുന്നത്. ആദ്യം ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ അമ്പലത്തിൽ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞ് അവർക്ക് ഒരു നല്ല രീതിയിൽ മോട്ടിവേഷനൊക്കെ കൊടുക്കാൻ പറ്റിയാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അത്യത്ഭുതകരമായിരിക്കും. അതിന് ആദ്യം ഏത് പോത്ത് എണീക്കണം? അതല്ലേ വലിയ പ്രശ്നം. കുട്ടികൾ ഇങ്ങോട്ട് വരണമെങ്കിൽ താനെ ദൈവം കൊണ്ടുവരില്ലല്ലോ. അതിന് വേറെ 2 പോത്തുകൾ ആദ്യം എണീക്കണം. ഏത്? എന്താ ഒന്നും ഇണ്ടാത്തത്? അതല്ലേ നമ്മുടെ ഒരു ശാപം എന്ന് പറയണത്. ഇതന്നെ 8 മണിക്ക് ഭദ്രകാളി വരുന്ന പോലെ വരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ തമാശയല്ല പറയുന്നത്. ഒരു രാവിലെ തന്നെ ഒരു വീട്ടിൽ പോയി നോക്കി 8 മണിക്ക് ആ കംപ്ലീറ്റ് ഭദ്രകാളിയാണോ ദേവിയാണോ എന്ന് അറിയില്ല. ഇതെല്ലാം അഴിച്ചു വിട്ടിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇതാണ് ഓരോരുത്തരും കാണുന്ന കണി കാണും നേരം. ഇതാണ് നമ്മളെ കാഴ്ച. അപ്പൊ അതുകൊണ്ട് ഇതിൽ മാറ്റം വരുന്നത് നമ്മൾ നേരത്തെ എണീറ്റ് ഇതിലൊരു ആനന്ദം കിട്ടും. നിങ്ങൾ അങ്ങനെ ജീവിച്ചു നോക്കൂ, ഒരു വലിയ ആനന്ദം വരും. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, ഓരോ കുട്ടിക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരിക്കും. അപ്പൊ നിങ്ങളൊരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷനാണ് നാളെ ആ കുട്ടികളെ വലിയ കഴിവുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത്. നേരത്തെ നമ്മൾ ഞാൻ ഇത്രയും പറയാൻ കാരണം, നമ്മൾ നേരത്തെ ഋഷഭദേവൻ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഒരു തപസ്സിലൊരു ആനന്ദം കണ്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തില് അമ്പലത്തിൽ പോകുന്നത് രസമായി മാറും, ജപിക്കുന്നത് രസമായി മാറും, പഠനം ഒരു രസമായി മാറും, പ്രവൃത്തി ചെയ്യുന്നതൊരു രസമായി മാറും. നോക്കൂ, ഈ ഷാർപ്പ്നെസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പൊ കാലത്തെണീറ്റ് എന്ത് ചെയ്യണം? അതൊരു ശീലമാക്കുക. കുളി കഴിഞ്ഞാൽ ഒന്ന് അമ്പലത്തിൽ പോവുക. ഇനിയിപ്പോ അമ്പലത്തിൽ പോവാൻ പറ്റിയിട്ടില്ല എങ്കിൽ വരെ ഈ പ്രദക്ഷിണം വെക്കുന്നതിന് തുല്യമാണ് പ്രാണായാമം. എന്താണ്? ഒരു 10-11 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക, ഒരു 10-11 പ്രാവശ്യം ദീർഘ ഓംകാരം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം അത് ചൊല്ലുക. അതൊരു ശീലമാക്കി അങ്ങനെ കൊണ്ടുപോവുക. വൈകുന്നേരം, രാത്രി കിടക്കാൻ നേരത്തെ. ഇനിയിപ്പം നിങ്ങൾ ഇത് 2 കഴിഞ്ഞിട്ടേ, ഇത് 3 കഴിഞ്ഞിട്ടേ എന്റെ ഒരു ദിവസം തീരും. അത് തീരുമാനിച്ച് ജീവിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെ ഒരു കുട്ടികളെ നിങ്ങൾ വാർത്തെടുക്കണം. ഞാനൊരു കുട്ടി അമേരിക്കയിൽ പോയി, ഞാൻ ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയിരുന്നു. ആ കുട്ടിയെ അർജന്റ് ഫ്ലൈറ്റ് കയറാൻ പോകും. ഞാൻ ആ കുട്ടിയോട് ഇതാ പറഞ്ഞു, നീ ഇത് ചെയ്തിരിക്കണം, ഇത് ചെയ്തേ ജീവിക്കുക. ഇത് നിങ്ങളൊക്കെ ചെയ്യുകയും വേണം, മറ്റുള്ളവർക്ക് ചെയ്യിക്കുകയും വേണം. അച്ഛനും അമ്മയാവുന്നത് ആചരിക്കുകയും ആചരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ആരും പഠിപ്പിക്കുന്നവരല്ല, നിങ്ങളെല്ലാവരും പരിശീലിക്കുന്നവരും പരിശീലിപ്പിക്കുന്നവരും. ആ വാക്ക് പറയൂ. പരിശീലിക്കുകയും നമ്മൾ പരിശീലിച്ചുകൊണ്ട് വേണം പരിശീലിപ്പിക്കാൻ. അത് നമ്മൾ ചെയ്യുന്നില്ല. ആദ്യം നിങ്ങളിപ്പോ പഠിപ്പിക്കുക മക്കളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന്. അപ്പോഴവര് മിണ്ടാതിരിക്കാൻ പറയുന്നത്. നിങ്ങൾ പരിശീലിച്ചു നോക്കൂ, നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങളുടെ വാക്കുകൾ മാറും. നമുക്ക് 2 രീതി സംസാരിക്കാം. ഒന്ന്, നമുക്ക് ഇമോഷണലി സംസാരിക്കാം, അപ്പൊ വെറുപ്പിക്കുന്നു. 2, നമുക്ക് ഹാർട്ടിൽ നിന്ന് സംസാരിക്കാം. ഈ ഹാർട്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് കൊള്ളുക, അത് ഉള്ളിൽ തട്ടുക. അതിന് ഹാർട്ടിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ അത് പരിശീലനം വേണം. സാധന ചെയ്യുന്തോറും ഹൃദയവിശാലത വരും. എന്താണ്? സാധന ചെയ്യുന്തോറും ഹൃദയത്തിന് ശക്തി വരും. അപ്പൊ നിങ്ങൾ ഒന്ന് വാക്ക് പറഞ്ഞാൽ അത് അതുപോലെ ഇരിക്കും.